പ്രേക്ഷകരെ കണ്ണീരണിയിച്ച മലയാളം സിനിമകൾ. ആകാശദൂത്. ഡെനിസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1993 തിയേറ്ററുകളിലെത്തിയ മലയാള ചലച്ചിത്രമായിരുന്നു ആകാശദൂത്. മുരളി, മാധവി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. കൂടാതെ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, NF വർഗീസ്, ബിന്ദു പണിക്കർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററുകളെ കണ്ണീർ കടലാക്കിയ ഒന്നുകൂടിയായിരുന്നു. മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഇത്രത്തോളം പ്രേക്ഷകരെ കറിയിച്ച ചിത്രം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മാധവിക്ക് രണ്ടാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിക്കുകയുണ്ടായി. ചിത്രം തെലുങ്കിലും കന്നഡയിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം കൂടിയായിരുന്നു ആകാശദൂത്. ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും സിനിമ നേടുകയുണ്ടായി. ഇന്നും ഈ ചിത്രം ടിവിയിൽ വരുമ്പോൾ കണ്ടു തീർക്കാൻ ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിൽ പലരും. തന്മാത്ര. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ 2005 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് തന്മാത്ര. അൾസിമേഴ്സ് രോഗം ഒരു വ്യക്തിയിലും കുടുംബത്തിലും വരുത്തുന്ന വ്യതിയാനങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. മോഹൻലാൽ, മീര വാസുദേവ്, നെടുമുടി വേണു എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഒന്നിൽ കൂടുതൽ തവണ കണ്ടിരിക്കാൻ സാധിക്കാത്ത മറ്റൊരു ചിത്രം. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം കൂടിയായി മാറി തന്മാത്രയിലെ രമേശൻ നായർ. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച തിരക്കഥ, പ്രത്യേക ജൂറി പരാമർശം അടക്കം 5 സംസ്ഥാന പുരസ്കാരങ്ങളാണ് തന്മാത്ര വാരിക്കൂട്ടിയത്. തന്മാത്രയുടെ തിരക്കഥ ആദ്യം വായിച്ചു കേട്ടപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു നടനെ വെച്ച് അങ്ങനെ ചിത്രം നിർമ്മിക്കാൻ കഴിയില്ല എന്നായിരുന്നു പലരുടെയും പ്രതികരണമെന്ന് പറയുകയാണ് സംവിധായകൻ ബ്ലസ്സി. മോഹൻലാൽ തിരക്കഥയിൽ അർപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കാണുന്ന തന്മാത്ര ഉണ്ടായതെന്നും സംവിധായകൻ പറയുന്നു. ആ ഒരു കഥാപാത്രം മോഹൻലാൽ എന്ന നടനല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ലല്ലേ. അവിടെയാണ് മോഹൻലാൽ എന്ന നടന്റെ വിജയവും. ജോണി വാക്കർ. ജയരാജന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, രഞ്ജിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1992 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജോണി വാക്കർ. മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന ജോണി വർഗീസ് എന്ന കഥാപാത്രം അനിയനോടൊപ്പം കോളേജിൽ വീണ്ടും പഠിക്കാൻ വരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് കണ്ട് പ്രേക്ഷകർ കണ്ണീരോടെയാണ് തിയേറ്റർ വിട്ടിറങ്ങിയത്. ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ഒരു നോവായി ജോണി വാക്കർ ജീവിക്കുന്നു. ഇന്നും അത്രത്തോളം ആരാധകരുണ്ട് ഈ ഒരു കഥാപാത്രത്തിന്. ചിത്രം 1988 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമായിരുന്നു ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണ വിശ്വനാഥൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസിന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ഹിന്ദിയിലെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ചോരി ചോരി എന്ന പേരിൽ മിഥുൻ ചക്രവർത്തി നായകനായിട്ടാണ് ഈ സിനിമ ഹിന്ദിയിൽ നിർമ്മിക്കപ്പെട്ടത്. മലയാളത്തിലെ ജനപ്രിയത നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. രഞ്ജിനി അവതരിപ്പിച്ച കല്യാണി എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായി അഭിനയിക്കുവാൻ മോഹൻലാലിന് വിഷ്ണു എന്ന കഥാപാത്രം എത്തുന്നതും പിന്നീടുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളോടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മുഴുനീള കോമഡി ചിത്രമായി മുന്നോട്ട് പോയ ചിത്രം എന്നാൽ ക്ലൈമാക്സിൽ പ്രേക്ഷകനെ കരയിക്കുന്ന ഒന്നായി മാറുകയായിരുന്നു. വധശിക്ഷയ്ക്കായി വാർഡൻ വിഷ്ണുവിനെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ വിഷ്ണുവും കല്യാണിയും കൈവീശി വിട പറയുന്നതോടെയാണ് ഈ ഒരു ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നോവായി അവസാനിക്കുന്നത്. ചിത്രത്തിലെ "എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ" എന്ന ഡയലോഗ് വലിയ ജനപ്രിയത നേടിയ ഒന്നായി മാറി. ഇത്തരത്തിൽ മലയാളത്തിൽ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ തിയേറ്ററിൽ കരയിച്ച ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യൂ. വീഡിയോയുടെ രണ്ടാം ഭാഗമായി വീണ്ടും എത്താം. നന്ദി.